ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഓരോരോ കള്ളത്തരങ്ങളായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ആദ്യമേ തന്നെ അറിയുന്ന കള്ളത്തരം എന്നത് നമ്മുടെ നീലിമയിൽ നിന്ന് ശ്രുതിയും കൂടിയിട്ട് മേടിച്ച 50 ലക്ഷം രൂപ, അതായത് രവിയുടെ പൈസ, ആ ഒരു പൈസ വീട്ടിൽ കൊടുക്കാതെ തൻ്റെ വീട്ടിൽ തൻ്റെ അച്ഛൻ തന്ന പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷോറൂം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണല്ലോ. ഈ ഒരു സത്യങ്ങൾ ആരോടും തന്നെ ശ്രുതിയോ പറയുന്നില്ല. ആ ഒരു കള്ളത്തരമാണ് സച്ചി മുഖേന നീലിമയെ മുൻനിർത്തി തന്നെ എല്ലാവരും അറിയുന്നത്. അടുത്തതായി അറിയാൻ പോകുന്നത് നമ്മുടെ ശ്രുതിയും ആന്റണിയും തമ്മിലുള്ള പണമിടപാടിനെ കുറിച്ച് സച്ചി രേവതി അറിയുന്നുണ്ട്. ഇതേക്കുറിച്ച് ശ്രുതിയോടും മാത്രമല്ല ശ്രീകാന്തിനോടായിട്ട് ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കാണണേ. കണ്ടാൽ മാത്രം പോരാ, എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഓരോരോ കെട്ടുകൾ അഴിയുമ്പോഴും ഇനി അറിയാൻ പോകുന്ന കാര്യം മറ്റൊന്നുമില്ല. നമ്മുടെ ശ്രുതിയുടെ സ്വന്തം അമ്മയെയും സ്വന്തം മകനെയും വാടകയ്ക്ക് താമസിച്ചിരിപ്പിക്കുകയാണെന്നും ആ ഒരു വാടക കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെന്നുള്ള സത്യം എല്ലാവരും അറിയാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പം ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. ഇപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന് ഏകദേശം പര്യവസാനം നടക്കാറായിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്ക് ശ്രുതിയോടുള്ള ദേഷ്യത്തിന് ഒരു പരിധി വരെ ദേഷ്യമുണ്ടെങ്കിലും അതിന് തടയിടാനായിട്ട് നമ്മുടെ ചന്ദ്ര ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ട കാര്യമാണ്. പാമയും രവിയും ഒരേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ശ്രുതിയെ ഇനിയും നീ വേദനിപ്പിക്കാൻ ശ്രുതി ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കുകയില്ല. ശ്രുതിയുടെ സ്വന്തം നാട്ടിലേക്ക് പോകും. അതോടുകൂടി തന്നെ നിന്റെ മകൻ ശ്രുതി അവൻ ജോലിയില്ലാത്ത ഏരാപ്പാരം നടക്കുന്നതായിരിക്കും. കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവൻ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ ഒരു കഴിവില്ലാത്തവനായി തന്നെ മാറുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താക്കീത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയുടെ ഉള്ളിൽ ആ ഒരു പേടി ഉണ്ടാവുകയുണ്ട്. കാരണം ശ്രുതി എന്നേക്കുമായിട്ട് കൈവിട്ട് പോയി കഴിഞ്ഞാൽ മലേഷ്യയിലെ അവളുടെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ ശ്രുതിയിലേക്ക് വന്നു ചേരേണ്ടതാണ്. അതെല്ലാം നഷ്ടമായി പോകുമല്ലോ എന്നുള്ളൊരു വിചാരത്തോടു കൂടി തന്നെ ചന്ദ്ര ശ്രുതിയോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ നാടകമാണെന്നുള്ള സത്യം ഒട്ടുതാനും ചന്ദ്രയ്ക്ക് അറിയില്ലതാനും. അങ്ങനെ ഇവരുടെ അനുഭവവും പിണക്കങ്ങളൊക്കെ മാറി വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്കായിട്ട് കോള് വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ആദ്യം വാടകയ്ക്ക് താമസിച്ചിരിപ്പിക്കുന്ന വീട്ടിൽ നിന്നാണ് കോള് വരുന്നത്. 2 മാസം വാടക മുടങ്ങിയത് കൊണ്ട് തന്നെ ഇദ്ദേഹം ശ്രുതിയുടെ ഫോണിലേക്കായിട്ട് വിളിക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ കഷ്ടകാലം എന്ന് പറയട്ടെ ആ ഒരു കോൾ എടുക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ഫോൺ എടുക്കുന്ന സമയത്ത് ആരാണെന്ന് ചോദിക്കുന്ന നേരത്ത് 2 മാസമായി വാടക മുടങ്ങിയിട്ട് ഇനിയും വാടക മുടക്കി കഴിഞ്ഞാൽ ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ, നിങ്ങൾക്ക് ആൾ മാറിയായിരിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ നമ്പർ മാറിപ്പോയതായിരിക്കുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. എനിക്ക് നമ്പറൊന്നും മാറിപ്പോയിട്ടില്ല, ഇത് ശ്രുതിയുടെ നമ്പർ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ എന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്നാൽ ആൾ മാറിയിട്ടില്ല, എനിക്ക് വാടക തന്നുകൂട്ടിയിരുന്ന ശ്രുതിയാണ്. ഇപ്പം 2 മാസമായിട്ട് എനിക്ക് വാടക കിട്ടുന്നില്ല, ഇനിയും വാടക മുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ശ്രുതിയോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ കേട്ടോ. ഈ കോള് കട്ട് ചെയ്ത് തൊട്ട് പിന്നാലെ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്ന ഉടനെ തന്നെ ശ്രുതിനോട് ചോദിക്കുന്നത്, ശ്രുതിനോട് ആരാ പറഞ്ഞത് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോൺ എടുക്കാനെന്നൊക്കെ ചോദിച്ച് റേസ് ചെയ്യുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത്, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, ആ ഒരു സ്ഥലത്ത് നീ ആരെങ്കിലും വാടകയ്ക്ക് താമസിപ്പിച്ചിട്ടുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ശ്രുതി വേഗം ചോദിക്കാൻ, ശ്രുതിയോട് ഇതാരാ ഇത് പറഞ്ഞത് ചോദിക്കുമ്പോൾ, വേറെ ആരുമല്ല, നിന്റെ ഫോണിലേക്ക് ഇപ്പോൾ കോള് വന്നത് ഇന്നടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തെ ഓണറായിരുന്നു, അദ്ദേഹം എത്രയും വേഗം വാടക കൊടുക്കാൻ പറഞ്ഞാണ് വിളിച്ചിരുന്നത്. ആരെയാണ് ശ്രുതി നീ അവിടെ താമസിച്ചിരിപ്പിക്കുന്നത്, നീ എന്നെ കൂടാതെ എത്ര കള്ളങ്ങൾ ഇനിയും മറച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതിനെല്ലാം തന്നെ തക്ക മറുപടിയും ശ്രുതിയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്. മാത്രമല്ല ഇത് തൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി താൻ സഹായിച്ചതാണെന്നും അതുകൊണ്ട് തന്നെയാണ് 3ാമത്തെ മാസത്തെ വാടക തുച്ഛ അദ്ദേഹം എന്നെ വിളിച്ചത്, ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, 2-3 മാസം കഴിയുമ്പോൾ ആ പണം അവൾ തിരികെ തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞു ശ്രുതി ഒരുപാട് നുണകൾ പറയുന്നുണ്ടെങ്കിലും ശ്രുതി ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്നിൽ നിന്ന് ഒരുപാട് കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, ശ്രുതി ഇത് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല് കൂടുക്കി അവസാനം ശ്രുതിയോട് വഴക്കിട്ട് ശ്രുതി പായം തലണ എടുത്ത് ടെറസിൻ്റെ മുകളിലേക്കായിട്ട് പോവുകയും ചെയ്യുന്നു കേട്ടോ. എന്നാലും നമ്മുടെ ശ്രുതി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നും ഈ വാടകയ്ക്കാര് താമസിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.